ഒരു വീടുണ്ട്. കാടിനുള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പഴയ വീട്. അവിടെ ആരോ താമസിക്കുന്നുണ്ടെന്നു ചിലർ പറയുന്നു. പക്ഷേ അവനെ ആരും ജീവിയായി കണ്ടിട്ടില്ല. ഈ കഥ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഒന്ന് കേട്ടുനോക്കൂ. ആനന്ദ് 28 വയസ്സുകാരൻ ഫോട്ടോഗ്രാഫ്. അയാളുടെ മനസ്സിന് ആധുനികത പോരായ്മയായിരുന്നു. കാഴ്ചകളുടെ വേട്ടയിൽ അയാൾ തനിച്ചായി വയനാട്ടിലേക്ക് ട്രെക്കിങ്ങിന് പോയതാണ്. കാട് പിറകെ ചെല്ലുമ്പോൾ ഫോൺ സിഗ്നൽ പോയി. GPS പാളി. വഴികൾ അന്ധമായത്. അയാൾ അറിയാതെ ഒരു തിരിഞ്ഞുവഴിയിലൂടെയാണ് കയറിയത്. വൈകുന്നേരം ആകുന്നു. കാട്ടിലെ ശബ്ദങ്ങൾ ശക്തമായിരിക്കുന്നു. അതാണ് ആനന്ദ് ഒരൊറ്റ വീട് കാണുന്നത്. പഴയതും പൊളിഞ്ഞതുമായ ഒരു വീട്. പക്ഷേ അകത്തു വെളിച്ചമുണ്ട്. ഗാദിൽ ആരോ വിളിക്കുന്നത് പോലെ തോന്നി. വരൂ, നീ മാത്രം പോരെ. നിന്നെ കാത്തിരിക്കുന്നത് എത്ര നാളായി. ആനന്ദ് ഭയവും കൗതുകവും ചേർന്നൊരു തോന്നലോടെ അകത്ത് കയറി. അകത്തേക്കുള്ള വാതിൽ അതേപോലെ തുറന്നു നിന്നു. തറയിൽ വീണ പഴയ ചിത്രങ്ങൾ, അലമാരയിൽ പഴയ പുസ്തകങ്ങൾ. വാതിലിൽ പടർന്നൊരു കാറ്റ് പോലെ ആരോ നിന്നിരിക്കുന്നു. അയാളുടെ മുന്നിൽ അവൾ നിലകൊണ്ടു. ചുവപ്പ് പാവാടയും നീണ്ട കേശവും. മുഖത്ത് ശാന്തമായ ഒരു പുഞ്ചിരി. നീ വൈകിയല്ലേ വന്നത്? ആനന്ദ് തലകുണിഞ്ഞു. കണ്ണുകളിൽ അവളുടേത് ദുഃഖവുമായിരുന്നു, പക്ഷേ എന്തോ വല്ലാതെ ഭീതിജനകവും. അവൾ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. കിടപ്പറയിൽ ഒരു വലിയ പോസ്റ്റർ. അതിൽ അനവധി മുഖങ്ങൾ. അവയിൽ ചിലത് പുതിയവയും ചിലത് പഴയവയും. ആനന്ദ് നോക്കി അതിൽ ഒരേ മുഖം വീണ്ടും വീണ്ടും കാണുന്നു. ഒടുവിൽ അയാളുടെ തന്നെ ഫോട്ടോ. ആവശ്യം ചോദിച്ചു, ഇവരാരാണ്? അവളത് കേട്ടു ചിരിച്ചു. അവരും വന്നിരുന്നു. നീ പോലെയുള്ളവർ. ഇപ്പോൾ എല്ലാവരും എനിക്ക് ചേർന്നവരാണ്. പക്ഷേ ആനന്ദ് പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ വാതിൽ കാണുന്നില്ല. അയാൾ ഓടി അലമാരയ്ക്ക് പുറം നോക്കി. ഒരു കത്ത്. അതിൽ എഴുതിയിരുന്നത്, നീ എത്തുന്നത് ഞാൻ കാത്തിരുന്നു. ഞാൻ പോകില്ല, നീയും പോകാനാകില്ല. അയാൾ നിലവിളിച്ചു. അവളെ തിരിഞ്ഞു നോക്കി. നിനക്കൊന്നും ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഇനിയെന്നും ഒരു ഒറ്റയ്ക്ക് വിടില്ല. പക്ഷേ ശബ്ദം മാറിയിരുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. അവൾ ഇനി ഒരു മനുഷ്യയല്ല, ഒരു കായിക ആകൃതി മാത്രമായി. മറ്റൊരു ദിവസം. കാടിലൂടെ ഒരാൾ വഴിതെറ്റി നടക്കുന്നു. പുതിയൊരു യാത്ര, പുതിയൊരു യാത്രക്കാരൻ. അതേ വീട്, അതേ വിളി. അവളുടെ വീട് ഇന്നും അവളുടേതാണ്. അകത്തു കയറിയാൽ തിരിച്ചു വരാൻ വഴിയില്ല. ഇത് ഇരുട്ടിന്റെ കഥകളിൽ ഒന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഭയം ഉടനെ വരുന്നു.